എൻ്റെ രക്ഷകനെ, സ്നേഹിച്ചും കരുതിയും കൈത്താങ്ങൾ തന്നും ഇന്നയോളം നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയ ആത്മരക്ഷകനെ, ഒരിക്കൽ കൂടി എൻ്റെ മനം കുളിർക്കെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം വായിച്ച് തിരുവചന സൂക്തങ്ങളെ ആത്മീക ദൂതായി നിങ്ങളിലേക്ക് പകരാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിലെ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. 2 ദിനവൃത്താന്തം 12-ാം അധ്യായം 12-13 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. 2 ദിനവൃത്താന്തം 12-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവയുടെ കോപം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടുമാറി. യഹൂദയിൽ ഏതാനും നന്മയുണ്ടായിരുന്നു. ഇങ്ങനെ രഹബയാം രാജാവ് യെരൂശലേമിൽ തന്നെത്താൻ ബലപ്പെടുത്തി വാണു. ആ വാക്കൊന്നോടെ ശ്രദ്ധിച്ചേ. രാജാവ് യഹൂദയിൽ തന്നെത്താൻ ബലപ്പെടുത്തി വാണു. തന്നെത്താൻ താഴ്ത്തിയപ്പോൾ തന്നെത്താൻ ബലപ്പെടുത്തി. രഹബയാം രാജാവിൻ്റെ ചരിത്രമാണ് 12-ാം അധ്യായം ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന രഹബയാം രാജത്വം ആരംഭിച്ചു. ദൈവം അവന് ബലം കൊടുത്തു. അങ്ങനെ അവൻ ബലം പ്രാപിച്ചു. സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്നത് പോലെ കഷ്ടകാലത്ത്, ബലഹീന സമയത്ത്, ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് ആള് താഴ്മയുള്ളവനും വളരെ വിനീത ഹൃദയനും ദൈവഭയമുള്ളവനൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ 12-1 വായിക്കുന്നു, എന്നാൽ രഹബയാമിൻ്റെ രാജ്യത്വം ഉറച്ചു, അവൻ ബലം പ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രായേലും യഹോവയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു. സാധാരണ മനുഷ്യർക്ക് പറ്റാറുള്ളതാണിത്. രഹബയാമിന് മാത്രമല്ല. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ബലഹീനനായിരിക്കുമ്പോൾ ദൈവത്തെ വേണം, പ്രാർത്ഥിക്കുന്നവരെ വേണം, ദൈവവചനം വേണം, കൂട്ടായ്മ വേണം, പ്രാർത്ഥന വേണം. എത്ര കിലോമീറ്റർ വേണമെങ്കിലും പോയി പ്രാർത്ഥന കൂടും, പ്രാർത്ഥിക്കുന്നവരെ വീട്ടിൽ വിളിക്കും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ബലപ്പെട്ടാൽ, കരുത്താർജിച്ചാൽ, രാജ്യത്വമുറച്ചാൽ പിന്നെ ഇതിനൊക്കെ കുറവ് വരും. ഇതൊരു സ്വാഭാവിക ഇടപാടാണ് കേട്ടോ. നമുക്കത് സംഭവിക്കരുത്. ബലം പ്രാപിച്ചതുകൊണ്ട് ആത്മീകം നഷ്ടപ്പെടരുത്. കസേര ഉറച്ചതുകൊണ്ട് ദൈവത്തെ മറക്കരുത്. വീടും കൂടും സൗകര്യവും വിദേശ പാസ്പോർട്ടുമൊക്കെ കിട്ടിയപ്പോഴേക്കും കർത്താവിനോടുള്ള പക്വതി കുറഞ്ഞു പോയവർ ആരെങ്കിലുമൊക്കെ കണ്ടേക്കാം. നമുക്കവരെ ശ്രദ്ധിക്കേണ്ട. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ, ഈ വചനം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ആർക്കും ആ ഗതികേടുണ്ടാകരുത്. നമ്മളെ ദൈവം ഉറപ്പിക്കും തോറും, നമ്മുടെ കസേര ഉറപ്പിക്കും തോറും, നമ്മുടെ പദവി ഉറപ്പിക്കും തോറും, നമുക്ക് ബലം കൂടിക്കൂടി വരുംതോറും ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു വരട്ടെ, ആത്മീകം കൂടിക്കൂടി വരട്ടെ. അങ്ങനെ മാതൃകാപരമായിരിക്കുന്നൊരു ജീവിതത്തിന് നാന്ദി കുറിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വായിച്ച വേദഭാഗത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബലം കൂടി വന്നപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിച്ചു എന്നുള്ള കാരണം കൊണ്ട് ദൈവം മിസ്രയീം രാജാവിനെ ഇസ്രായേലിന് നേരെ വരുത്തി. 3 ശക്തമായിരിക്കുന്ന ബറ്റാലിയൻ പട്ടാളമായി പാളയമിറങ്ങി മിസ്രയീമ്യരുടേതായിട്ട് ഇസ്രായേലിനെതിരായി. രാജാവ് പകച്ചുപോയി. പേടിച്ച രാജാവ്, തിരുവെഴുത്തിൽ വായിക്കുന്നു 6-ാമത്തെ വാക്യം, രാജാവ് ഇസ്രായേൽ പ്രഭുക്കന്മാരും തങ്ങളെ തന്നെ താഴ്ത്തി യഹോവ നീതിമാനാകുന്നു എന്ന് പറഞ്ഞു. അവർ തങ്ങളെ തന്നെ താഴ്ത്തി എന്ന് യഹോവ കണ്ടപ്പോൾ ഒരു പ്രവാചകനിൽ കൂടി പറഞ്ഞു, അവനെ നശിപ്പിക്കുകയില്ല, പൂർണ്ണമായി നശിപ്പിക്കുകയില്ല. തിരുസന്നിധിയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു സത്യം പറയാം. ഒരു മനുഷ്യൻ തന്നെത്താൻ ഉയർത്തുക, അല്ലെങ്കിൽ അഹങ്കാരിയായി മാറുക, സ്വന്തം ബലത്തിൽ അഭിമാനിക്കുക. പണ്ട് നെബൂഖദ്നേസറിനെ പോലെ എൻ്റെ കയ്യ്, എൻ്റെ കരുത്തം, ഞാൻ, എൻ്റെ എന്ന് പറഞ്ഞ് തന്നെത്താൻ പുകഴ്ത്തുമ്പോൾ, തന്നെത്താൻ ഉയർത്തുമ്പോൾ, തന്നെത്താൻ അഹങ്കാരിയായി മാറുമ്പോൾ ദൈവകോപം അവൻ്റെ മേൽ മഴ പോലെ പെയ്തിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നിടത്ത് ദൈവത്തിൻ്റെ കൃപയിറങ്ങുന്നതും കണ്ടിട്ടുണ്ട്. തിരുവെഴുത്തിലെ ഏറ്റവും വലിയൊരു മാർമിക രഹസ്യമാണ് ഞാൻ പറയുന്നത്. എപ്പോഴൊക്കെ തന്നെത്താൻ അബദ്ധത്തിലെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ അപ്പം താത്തിക്കൊള്ളണം. പണ്ട് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 15 തൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോസ്തോലിക നിരയെ നോക്കിക്കൊണ്ട് പൗലോസ് പറഞ്ഞു, അവരെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചിരിക്കുന്നു. പെട്ടെന്ന് പൗലോസ് വെടികൊണ്ടതുപോലെ പറഞ്ഞു, അയ്യോ ഞാനല്ല, എന്നിൽ വ്യാപരിച്ച കൃപയത്രേ. ഒരാത്മീകൻ്റെ മനസ്സ് കണ്ടോ? ചിലപ്പോൾ പറഞ്ഞേക്കാം, ഞാനാണ് അധ്വാനിച്ചത്, ഞാനാണ് കഷ്ടപ്പെട്ടത്, ഞാനാണ് ശവസാപിച്ചത്, ഞാനാണ് ഉണർവുണ്ടാക്കിയത്, ഞാനാണ് അങ്ങനെ ചെയ്തത്, ഞാനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞേക്കാം. ഞാൻ എന്നുള്ള വാക്ക്
അധികം പറയാതിരിക്കുക നല്ലത്. എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എന്നൊക്കെ പറയുന്നതാണ് നല്ലത്. പൗലോസ് പറഞ്ഞു, ഞാൻ അധികം അധ്വാനിച്ചു എന്ന് പറഞ്ഞ മാത്രയിൽ പെട്ടെന്ന് ആരോ കഴുത്തേ കയറി പിടിച്ചതുപോലെ. ഇത് പരിശുദ്ധാത്മാവുള്ളവർക്കുള്ള ഗുണമാണ്. പെട്ടെന്ന് നമുക്ക് സെൻസർ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ തലച്ചോറിനകത്തേക്ക്, ബുദ്ധിമണ്ഡലത്തിലേക്ക്, മനസ്സിനകത്തേക്ക് ദൈവം ടോർച്ചടിക്കും. ഞാനോ എന്നൊരു ചോദ്യം നടുങ്ങിപ്പോയി കാണും പൗലോസ്. ഞാനത് ഭാവനയിൽ കാണാറുണ്ട്. ആ വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വാക്യമാണ്. ഞാൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞ മാത്രയിൽ പെട്ടെന്ന്, അയ്യോ ഞാനല്ലാട്ടോ കൊരിന്ത്യരേ, ഞാനല്ല, എന്നിൽ വ്യാപരിച്ച കൃപയാണ് അധ്വാനിച്ചത്. നമ്മൾ അധ്വാനിച്ചാലൊന്നും സഭയുണ്ടാകില്ല, നമ്മൾ അധ്വാനിച്ചാലൊന്നും ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയില്ല, നമ്മൾ അധ്വാനിച്ചാലൊന്നും പിള്ളേർ പോലും ശരിയാവില്ല. ദൈവകൃപ അപ്പനുണ്ടെങ്കിൽ, ദൈവകൃപ അമ്മയ്ക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഉയരും, നിങ്ങളുടെ മക്കൾ ശരിയാകും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഫലിക്കും. നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ ഗുണമല്ല, നമുക്ക് ദൈവകൃപയുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. അങ്ങനെ പഠിക്കുന്നതാ, അങ്ങനെ പറയുന്നതാ നല്ലത്. അപ്പം ഞാൻ എന്ന് പറയുന്ന ഭാവം അഹങ്കാരത്തിൻ്റെ, തന്നെത്താൻ ഉയർത്തുന്നതിൻ്റെയാണ്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് തന്നെത്താൻ താഴ്ത്തുക. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒറ്റ വാക്കിൽ മറുപടി പറയും. ഒരുപാട് കാശ് ദൈവത്തിന് കൊടുക്കുന്നവരെ അല്ല, ഒരുപാട് നേരം പ്രാർത്ഥിക്കുന്നവരെ അല്ല, ഒത്തിരി അന്യഭാഷ പറയുന്നവരെ അല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഓടി നടക്കുന്നവരെ അല്ല. പിന്നെ ആരെയാണ് പാസ്റ്ററേ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം എന്നോട് നിങ്ങൾ ചോദിക്കുക. ഞാനതിന് വേദപുസ്തകത്തിൽ നിന്ന് മറുപടി പറയും. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം തന്നെത്താൻ താഴ്ത്തുന്നവനെയാണ്. സത്യമായിട്ടും ഞാൻ നിങ്ങളുടെ കാതിൽ പറയാം, ആ കാതിന് ചേർപ്പിച്ചേ, സത്യമായിട്ടും പറയാം, ദൈവത്തിന് ഏറ്റവും ഇഷ്ടം തന്നെത്താൻ താഴ്ത്തുന്നവനെയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും എത്ര ഉയർന്നാലും, എത്ര വളർന്നാലും, എത്ര അധികായനായാലും ദൈവത്തോട് പറയണം, ഞാനാകുന്നത് ദൈവകൃപയാലാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നത് ദൈവകൃപയാലാണ്, എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടിയത് ദൈവകൃപയാലാണ്, ഈ രാജ്യത്ത് വന്നത് ദൈവകൃപയാലാണ്. എൻ്റെ കഴിവല്ല, എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഗുണമല്ല, എൻ്റെ മെറിറ്റല്ല. തന്നെത്താൻ താഴ്ത്തുന്നവനെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. ഇവിടെ തെറ്റുപറ്റി, ഇവിടെ വീഴ്ച പറ്റി, ഇവിടെ പാപം സംഭവിച്ചു. പക്ഷേ ഒരു പ്രവാചകൻ്റെ അരുളപ്പാടിൻ്റെ വെളിച്ചത്തിൽ കക്ഷി പെട്ടെന്ന് തന്നെത്താൻ താഴ്ത്തി. പെട്ടെന്ന് ദൈവം ഞെട്ടിത്തരിച്ചിട്ട് പറയുകയാണ്, അവർ തങ്ങളെ തന്നെ താഴ്ത്തി എന്ന് യഹോവ കണ്ടപ്പോൾ. അപ്പോൾ ആ വാക്ക് കേട്ടെ, തങ്ങളെ തന്നെ താഴ്ത്തി എന്ന് യഹോവ കേട്ടപ്പോൾ എന്നല്ല, കണ്ടപ്പോൾ എന്ന. അതിൻ്റെ അർത്ഥം എന്താ? തങ്ങളെ തന്നെ താഴ്ത്തുന്നത് വാക്കിനകത്തല്ല, വാക്കിനകത്താണെങ്കിൽ കേട്ടപ്പോൾ എന്ന് പറഞ്ഞാലേ. ഭയങ്കര വിദഗ്ധരാണ് മനുഷ്യർ, പ്രത്യേകിച്ച് മലയാളികൾ. ഈ വാക്കുകൊണ്ട് ചിലപ്പോൾ മാല കോർത്ത് കഴുത്തേലിടും അവർ, ഞാൻ ഉൾപ്പെടെ കേട്ടോ. പക്ഷേ ദൈവം തമ്പുരാൻ വാക്കല്ല നോക്കുന്നത്, ദൈവം തമ്പുരാൻ പ്രവൃത്തിയാണ് കാണുന്നത്. നീ തന്നെത്താൻ താഴ്ത്തിയോ ഇല്ലയോ എന്ന് വാക്ക് കേട്ടിട്ടല്ല അറിയുന്നത്, നിന്റെ പ്രവൃത്തി കണ്ടിട്ടാണ് അറിയുന്നത്. അപ്പം തന്നെത്താൻ താഴ്ത്തിയത് കണ്ടപ്പോൾ എന്ന് പറയണമെങ്കിൽ തന്നെത്താൻ താഴ്ത്തുന്നതിൻ്റെ പുറകിൽ എന്തോ കാണാനുണ്ട്. പറയാനും കേൾക്കാനുമല്ല, കാണാനുണ്ട്. ഒരുത്തൻ തന്നെത്താൻ താഴ്ത്തിയാൽ അവനെ കണ്ടാൽ അറിയാം. ഒരുത്തൻ താഴ്മയുള്ളവനാണെങ്കിൽ ഒറ്റ നോട്ടത്തിന് ചിലപ്പോൾ എനിക്ക് പിടികിട്ടാൻ പോയേക്കാം. ഭയങ്കര അഭിനയിക്കുന്നവരല്ലേ മനുഷ്യർ. പക്ഷെ ഒടേതമ്പുരാന് സ്വർഗത്തിലെ അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ളവന് ഒറ്റ നോട്ടത്തിലറിയാം. ആളിങ്ങനെ പമ്മിപ്പതി അയ്യോ എന്നൊക്കെ പറഞ്ഞ് കൈയും കൂപ്പി വന്നാലും ഇവൻ്റെ അകത്ത് തന്നെത്താൻ താഴ്ത്തിയിട്ടുണ്ടോ എന്ന് ദൈവം തമ്പുരാന് കണ്ടാലറിയാം. ഈ രാജാവ് അഥവാ രഹബയാം രാജാവ് തന്നെത്താൻ താഴ്ത്തിയത് കേട്ടതല്ല, തന്നെത്താൻ താഴ്ത്തിയത് കണ്ടു. തന്നെത്താൻ താഴ്ത്തിയത് കണ്ടപ്പോഴേക്കും ദൈവം പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു, കേട്ടോ കേട്ടോ, അവൻ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടോ? അതുകൊണ്ട് അവനെതിരെ വരുമെന്ന് പറഞ്ഞ ശത്രുവിനെ ഇപ്പം അഴിച്ചുവിടണ്ട. അവനിൽ ചില നന്മകൾ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് അവനെ ഞാൻ അല്പമായിട്ടെങ്കിലും രക്ഷിക്കും. തന്നെത്താൻ താഴ്ത്തുന്നവൻ എത്ര മോശമാണെങ്കിലും, അവൻ്റെ ഹിസ്റ്ററി, അവൻ്റെ അപ്പൻ്റെ ഹിസ്റ്ററി എത്ര മോശമാണെങ്കിലും താഴ്ത്താൻ തുടങ്ങിയാൽ വിടുതൽ വരും. ഇന്നത് കേൾക്കുമ്പോൾ ദാവീദ് പണ്ടൊരിക്കൽ പറഞ്ഞു, 116 സങ്കീർത്തനത്തിൽ, ഞാൻ എളിമപ്പെട്ടു അപ്പോൾ അവൻ എന്നെ രക്ഷിച്ചു. വഴിപാട് കൊണ്ടും നേർച്ച കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും പ്രാർത്ഥിപ്പിക്കൽ കൊണ്ടും രക്ഷപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മരുന്നൊന്ന് പരിശോധിച്ച് നോക്ക്, എളിമപ്പെട്ട് നോക്ക്, തന്നെത്താൻ താഴ്ത്തി നോക്ക്.
നിങ്ങൾ രക്ഷപ്പെടും കേട്ടോ. ദൈവം മുമ്പിൽ താഴ്ത്തി ആരാ രക്ഷപ്പെടാതിരുന്നിട്ടുള്ളത്? കുറച്ചോടെ ഈ മാസം നമുക്ക് തന്നെത്താൻ താഴ്ത്താം, എന്നും താഴ്ത്താം. ദൈവത്തോട് പറയാം, ഞാൻ മിടുക്കനല്ല, ഞാൻ കരുത്തനല്ല, എനിക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. തന്നെത്താൻ താഴ്ത്തിക്കേ. എളിമപ്പെട്ടാൽ ചിലപ്പോൾ രോഗം മാറും, ചിലപ്പോൾ കടം മാറും, ചിലപ്പോൾ വിസ കിട്ടും, ചിലപ്പോൾ എൻ്റെ കൊച്ചെ നീ പരീക്ഷയ്ക്ക് ജയിക്കും. എളിമപ്പെട്. എളിമപ്പെട്ടാൽ രക്ഷിച്ചു എന്ന് ദാവീദ് പറഞ്ഞതുപോലെ എളിമപ്പെട്. ഫൈനൽ വാക്ക് ഞാൻ പറയാം. ദിനവൃത്താന്ത പുസ്തകം 12-13 വാക്യങ്ങളിൽ നിന്ന്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവയുടെ കോപം വിട്ടുമാറി. എൻ്റെ ടൈറ്റിൽ ഇതാണ്. ഇങ്ങനെ രഹബയാം രാജാവ് യെരൂശലേമിൽ തന്നെത്താൻ ബലപ്പെടുത്തി. ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ച് പറയാം. ഈ രാജാവ് തന്നെത്താൻ താഴ്ത്തിയപ്പോൾ അവന് തന്നെത്താൻ ബലപ്പെടാൻ പറ്റി. ആളുകളുടെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഒരു ബലഹീനനാന്ന് തോന്നും. ക്ഷമിക്കുന്നവൻ, താഴ്മയുള്ളവൻ, എടുത്തു ചാടാത്തവൻ, വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള നയം സ്വീകരിക്കാത്തവൻ, ഒറ്റയടിക്ക് ഞാൻ തെറിപ്പിച്ചു കളയുമെന്ന് പറയാത്തവൻ, വിനയപ്പെടുന്നവൻ, പ്രകോപനം ഉണ്ടായാലും ക്ഷമയോടെ നിൽക്കുന്നവൻ, അവനാണ് ഈ താഴ്ത്തുന്നവനെ. അതാ ദൈവം കാണുന്നത്. ഇവൻ ഇത്രയും ചെയ്തിട്ട് ഇവൻ മണ്ടനാണല്ലോ എന്ന് ആൾക്കാർ പറയും. പക്ഷേ അതിൻ്റെ പുറകിലെ രഹസ്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ രാജാവ് തന്നെത്താൻ താഴ്ത്തിയപ്പോൾ അവൻ ബലഹീനനാകുമല്ലായിരുന്നു, അവൻ്റെ ഉള്ള സ്ഥാനം കൂടി പോകുകയല്ലായിരുന്നു, തന്നെത്താൻ ബലപ്പെടുത്തുകയായിരുന്നു. ഞാനിങ്ങനെ പറയാം, എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, ആര് തന്നെത്താൻ താഴ്ത്തുന്നോ അവൻ തന്നെത്താൻ ബലപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കസേര ഉറപ്പിക്കുകയാണ്, നിങ്ങളുടെ കരുത്ത് വർദ്ധിക്കുകയാണ്, നിങ്ങളുടെ കൃപ പെരുകുകയാണ്, നിങ്ങളുടെ ശുശ്രൂഷ വളരുകയാണ്, നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കുകയാണ്, നിങ്ങളുടെ കൈക്കരുത്ത് വർദ്ധിക്കുകയാണ്, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുകയാണ്. ഇപ്പോൾ തന്നെത്താൻ താഴ്ത്തുന്നവൻ ആരും ബലഹീനനാകത്തില്ല. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയാണ്, കരുണയാണ്, ദയയാണ്. ആര് തന്നെത്താൻ താഴ്ത്തുന്നോ അവൻ തന്നെത്താൻ ബലപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് ആരും നിങ്ങളെ ബലപ്പെടുത്താനില്ല, ആരും നിങ്ങളെ കൈത്താങ്ങൽ തരാനില്ല, ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനില്ല, ആരും നിങ്ങളോടൊരു നല്ല വാക്ക് പറയാനില്ല. നിങ്ങൾ കരയാതെ, നിങ്ങൾ ചുരുളാതെ, തൊട്ടേനും പിടിക്കുന്നതിനെല്ലാം ഇങ്ങനെ തൊട്ടാവാടിയാകാതെ നിങ്ങൾക്ക് ഈ വാക്യത്തിൽ നിന്ന്, അഥവാ 13-ാം വാക്യത്തിൽ നിന്നൊരു പാഠം പഠിക്കുക. ആരും എന്നെ ബലപ്പെടുത്താനില്ലെങ്കിലും, ആരും എന്നെ പ്രോത്സാഹിപ്പിക്കാനില്ലെങ്കിലും എനിക്ക് എന്നെ തന്നെ ബലപ്പെടുത്താൻ പറ്റും. അതല്ലേ തന്നെത്താൻ ബലപ്പെടുത്തി എന്ന് പറയുന്നത്? നിങ്ങളോടൊന്ന് പറഞ്ഞേ, എനിക്കെന്നെ ബലപ്പെടുത്താൻ പറ്റും. ആരൊക്കെ എന്നെ ബലഹീനനാക്കാൻ നോക്കിയാലും, ആരൊക്കെ എന്നെ തോൽപ്പിക്കാൻ നോക്കിയാലും, ആരൊക്കെ എന്നെ കൊച്ചാക്കാൻ നോക്കിയാലും, ആരൊക്കെ എന്നെ കുറച്ച് കളയാൻ നോക്കിയാലും എനിക്കെന്നെ ബലപ്പെടുത്താൻ പറ്റും. എങ്ങനെ? ഞാനൊന്ന് താണ വിനയപ്പെട്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപയോട് ചേർന്ന് നിന്ന് പാപവഴികളെ വിട്ടുതിരിഞ്ഞ് പരിശുദ്ധൻ്റെ പാത പിന്തുടർന്ന് കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് തക്കവണ്ണം എന്നെ തന്നെ ക്രമീകരിച്ച് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് കഴിയുമ്പോൾ ആരും എൻ്റെ കൂട്ടില്ലെങ്കിലും ഞാൻ എന്നെ തന്നെ ബലപ്പെടുത്തും. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ കൊച്ചനിയന്മാരെ, അനീത്തിമാരെ, ജീവിതത്തിൻ്റെ ശുഭകാലം പ്രതീക്ഷിക്കുന്ന സ്നേഹഭാജ്യങ്ങളായ മാന്യരായ സഹോദരങ്ങളെ, ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളെ ബലപ്പെടുത്താൻ പറ്റും. അതിന് ഞാനെന്തോ ചെയ്യണം? നിങ്ങൾ ദൈവസന്നിധിയിൽ താഴെ വിനയപ്പെട്ട് തന്നെത്താൻ എളിമപ്പെട്. നിങ്ങൾ ശക്തരാകും, നിങ്ങൾ വിജയ താരങ്ങളാകും, നിങ്ങളെ ദൈവം മാനിക്കും. നിങ്ങൾ തന്നെത്താൻ ബലപ്പെട്ടിരിക്കുന്നത് കാണാൻ എനിക്ക് എന്നെങ്കിലും ഭാഗ്യം ഉണ്ടാകട്ടെ. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും, ഏത് ഗ്രാമത്തിലാണെങ്കിലും, ഏതെങ്കിലും ഒരു സമയത്ത് ഈ ദൂത് നിങ്ങൾക്ക് ഫലിച്ചെന്ന് പറയട്ടെ. അന്ന്, അഥവാ ഓഗസ്റ്റ് 10-ാം തീയതി പാസ്റ്റർ ഈ ദൂത് അയക്കുമ്പോൾ ഞാൻ തകർന്നവളായിരുന്നു. എനിക്ക് ജീവിതമില്ലെന്ന് വിചാരിച്ചവനായിരുന്നു. പക്ഷെ അന്നത്തെ ദൂത് എന്നെ തിരിച്ചു. ഞാൻ എന്നെ തന്നെ താഴ്ത്തി. അന്ന് മുതൽ എന്നെ ആരും ബലപ്പെടുത്താനില്ലെങ്കിലും ഞാൻ എന്നെ തന്നെ ബലപ്പെടുത്തുക. എൻ്റെ കുഞ്ഞും ഞാനും ഇന്ന് ബലപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങളുടെ നാവുകൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ. നിങ്ങളുടെ മനസ്സത് അനുവദിക്കട്ടെ. നിങ്ങൾ ആ സൗഭാഗ്യത്തിൻ്റെ മട്ടുപ്പാവിൽ ദൈവത്തിൻ്റെ കൃപയുടെ വെൺകൊടി പാറിച്ചു നിൽക്കുന്നത് കാണാൻ എന്നെങ്കിലും ഒരു ദിവസം ഇടയുണ്ടാകുമെന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിർത്തട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, എങ്ങനെ ബലപ്പെടാം? ഈ ലോകത്തിലെല്ലാവരും ബലഹീനരാക്കാൻ നോക്കുന്നവരാ, തളർത്താൻ നോക്കുന്നവരാ, എറിഞ്ഞ് വീഴ്ത്താൻ നോക്കുന്നവരാ. അവരുടെ നടുവിൽ ആരോരുമില്ലാത്തവർക്ക്, ആശ്വാസവാക്ക് പറയാൻ പോലും ആരുമില്ലാത്തവർക്ക് എങ്ങനെ ബലപ്പെടാം എന്ന ദൂത് ഞങ്ങൾക്ക് ദൈവം തന്നു കഴിഞ്ഞല്ലോ. തന്നെത്താൻ ബലപ്പെടാനുള്ള കഴിവ് ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി ഡൗൺ ആയാൽ ഈ മൊബൈലിന് തന്നെത്താൻ ബലപ്പെടുത്താൻ പറ്റില്ല.
ഞങ്ങളുടെ വോൾട്ടേജ് ദൈവമേ കുറഞ്ഞു പോയാൽ ഇലക്ട്രിസിറ്റിക്ക് തന്നെത്താൻ ബലപ്പെടുത്താൻ ആരെങ്കിലും സഹായിക്കണം, മറ്റൊരു സപ്പോർട്ട് വേണം. എന്നാൽ ഞാനും എൻ്റെ ദൈവം കൂടി ചേർന്നാൽ എനിക്കാരും സപ്പോർട്ടില്ലെങ്കിലും തന്നെത്താൻ ബലപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഉജ്ജ്വല ചിന്തയ്ക്കായി സ്തോത്രം. ദൈവമേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ തന്നെ ബലപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഈ തിരിച്ചറിവിനായി സ്തോത്രം. ഇത് അനേകർ അറിയട്ടെ, അവർ ബലപ്പെടട്ടെ, അവർ തന്നെത്താൻ താഴ്ത്തട്ടെ, ദൈവകോപം മാറിപ്പോകട്ടെ, വിജയം കയ്യിൽ വരട്ടെ. ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. ഞാൻ അവരെ കരമുയർത്തി അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.